ഡോക്ടറെ കുറച്ച് നാളായിട്ട് എനിക്ക് ഭയങ്കര നടുവേദനയാണെന്ന് പറയുന്ന പേഷ്യൻസ് ഉണ്ട്. കുനിഞ്ഞ് എന്തെങ്കിലും ചെയ്യുമ്പോൾ, ഭാരമുള്ള എന്തെങ്കിലും തൂക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളിപ്പോ റോട്ടില് ഹമ്പൊക്കെ ചാടുമ്പോൾ പെയിൻ വരുന്നു, പിന്നില് കാലിന്റെ പാദം വരെ പെയിൻ റേഡിയേറ്റ് ആവുന്നു. അങ്ങനെയുള്ള പേഷ്യൻസിനാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ. ഇതാണ് നമ്മുടെ നട്ടെല്ല്. നമ്മുടെ നട്ടെല്ലിനെ താങ്ങി നിർത്തുന്നതാണ് നമ്മുടെ വെർട്ടിബ്ര അഥവാ കശേരുക്കൾ. ആ കശേരുക്കളുടെ ഇടയിലാണ് നമ്മുടെ ഡിസ്ക് ഇരിക്കുന്നത്. അതിൽ നിന്നാണ് നമ്മുടെ നെർവ്സ് പാസ് ചെയ്യുന്നതും അതിന്റെ പിന്നിലായിട്ടാണ് നമ്മുടെ സുഷുമ്ന നാഡി സ്പൈനൽ കോഡ് സ്ഥിതി ചെയ്യുന്നതും. ഇവിടെ എന്തുണ്ടാകുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്ക് ആദ്യം ഡീജനറേറ്റ് ആവാൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് 4 സ്റ്റേജസ് ആണ് ഇതിലുള്ളത്. ഫസ്റ്റ് സ്റ്റേജിൽ നമുക്ക് ചെറുതായിട്ട് പെയിൻ ഉണ്ടാവുള്ളൂ, ഇല്ലെങ്കിൽ പെയിൻ ഉണ്ടാവില്ല. ആ സമയത്ത് നമ്മൾ കുറച്ചു നേരം റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ പെയിൻ മാറും. ആ ഒരു കണ്ടീഷനിൽ നമ്മുടെ ഈ ഡിസ്കിന് എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെറുതായിട്ട് ഡീജനറേറ്റ് ചെയ്യും. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും പെയിൻ വരും സെക്കൻഡ് സ്റ്റേജിൽ. അതുപോലെ നമുക്ക് ചെറുതായിട്ട് നമ്മുടെ തൊടയുടെ ഭാഗത്തേക്ക് പെയിൻ റേഡിയേറ്റ് ആവുന്ന മാതിരി ഉണ്ടാവും. അതാണ് സെക്കൻഡ് സ്റ്റേജ്. അതിൽ എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്ക് ചെറുതായിട്ട് ബൾജ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ഡിസ്കിന്റെ ഉള്ളിൽ ജെല്ല് പോലെ ന്യൂക്ലിയസ് പൾപ്പോസസ് എന്ന് പറയുന്ന ഒരു വസ്തു ഉണ്ട്. അത് ചെറുതായിട്ട് നമ്മുടെ ഡിസ്കിന്റെ പുറത്തേക്ക് വരാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് അതുപോലെ ബൾജ് വരുന്നത്. ബൾജ് വരുമ്പോൾ അത് ചെറുതായിട്ട് നമ്മുടെ ഡ്യൂറാമാറ്ററിനെ കംപ്രസ് ചെയ്യും. നെക്സ്റ്റ് സ്റ്റേജിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ റേഡിയേറ്റ് ആവുന്ന പെയിന് നമ്മുടെ പാദം വരയ്ക്കും അത് റേഡിയേറ്റ് ആവും. അതുപോലെ ചില സമയത്ത് നമുക്ക് കാല് മരവിച്ച് പോണ പോലെയും ചിലപ്പോൾ ടിംഗ്ലിംഗ് സെൻസേഷൻ പോലെയൊക്കെ നമുക്ക് ഉണ്ടാവും ആ സ്റ്റേജിൽ. അവിടെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ആനലസ് ഫൈബ്രോസിസ് എന്ന് പറയുന്ന ഒരു ലെയർ ഉണ്ട് ഡിസ്കിന്. ആ ലെയറും കടന്ന് നമ്മുടെ ജെല്ലി പോലുള്ള ആ വസ്തു പുറകെ വരുന്നുണ്ടെന്നാണ് ആ സ്റ്റേജിൽ. സോ അത് നമ്മുടെ ഡ്യൂറാമാറ്ററിനെ കംപ്രസ് ചെയ്യുന്നുണ്ട്. അടുത്ത സ്റ്റേജിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് പെയിനോ എക്സ്ക്രൂഷിയേറ്റിംഗ് പെയിൻ ആയിരിക്കും ഉണ്ടാവുക. നമുക്ക് മൂവ്മെന്റ്സ് ചെയ്യാനോ ഒന്നും പറ്റില്ല. ആ ഒരു സമയത്ത് നമ്മുടെ ഡിസ്ക് ഫുള്ളായിട്ട് പുറത്തേക്ക് തള്ളി വരും. അതായത് അത് തള്ളി വന്ന് നമ്മുടെ സ്പൈനൽ കോഡിനും ഡ്യൂറാമാറ്ററിനും ഫുള്ളായിട്ട് അത് ബൾജ് ചെയ്യും. എന്ത് ചെയ്യും? നമ്മുടെ ആ വഴി പോകുന്ന സുഷുമ്ന നാഡി അഥവാ സ്പൈനൽ കോഡ് ഫുള്ളായിട്ട് കംപ്രസ് ആവും. ആ ഒരു സ്റ്റേജിൽ നമുക്ക് മൂവ്മെന്റ്സ് എല്ലാം റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. നമ്മളിപ്പോൾ ഫസ്റ്റ് സ്റ്റേജസിലാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ എക്സസൈസ് ആണ് വീട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. സോ നമ്മൾ ഈ എക്സസൈസ് ചെയ്യുമ്പോൾ ബെഡിൽ അല്ലെങ്കിൽ നമ്മളൊരു മാറ്റ് ഫ്ലോറിൽ വിരിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 2 കാലും നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് ഫ്രണ്ടിലോട്ട് സ്ട്രെച്ച് ചെയ്യണം. എന്നിട്ട് നമ്മളൊരു 5 കൗണ്ട്സ് വരെ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യണം. അതിനുശേഷം ഇത് പിറകിലോട്ട് സ്ട്രെച്ച് ചെയ്യണം. ഇങ്ങനെ അതും ഒരു 5 കൗണ്ട്സ് ചെയ്യണം. അതിനുശേഷം നമ്മൾ 2 കാലും കുറച്ച് ഗ്യാപ്പ് ഇട്ട് അകത്തി വെച്ചതിന് ശേഷം ഇത് ഉള്ളിലോട്ട് നമ്മുടെ 2 ടോയും ടച്ച് ചെയ്യുന്ന രീതിക്ക് എടുത്തിട്ട് വരണം. അതും നമ്മളൊരു 5 കൗണ്ട്സ് വെക്കണം. അതിനുശേഷം നമ്മുടെ ഈ 2 കാലും പുറത്തോട്ട് വിരിഞ്ഞു വരുന്ന രീതിക്ക് ചെയ്യണം. അതും നമ്മൾ ഒരു 5 കൗണ്ട്സ് ചെയ്യണം. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുട്ട് മടക്കി നമ്മുടെ വയറിന്റെ അവിടേക്ക് എടുത്തിട്ട് വരണം. എത്ര എടുത്തിട്ട് വരാൻ പറ്റും അത്രയ്ക്ക് നമ്മൾ എടുത്തിട്ട് വന്നിട്ട് അതും ഒരു 5 കൗണ്ട്സ് ചെയ്യണം. ഒരു സൈഡ് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത സൈഡ് നെക്സ്റ്റ് സൈഡ് ചെയ്യണം. അതിനുശേഷം നമ്മുടെ 2 മുട്ടും ചേർത്ത് നമ്മൾ എടുത്തിട്ട് വരണം. ആ സമയത്ത് നമുക്ക് പതുക്കെ നമ്മുടെ ഹെഡ് ഇങ്ങനെ മുകളിലേക്ക് എടുത്തിട്ട് വരണം. അതും ഒരു 5 കൗണ്ട്സ് ചെയ്യണം. സോ ഈ എക്സസൈസ് എല്ലാം നമ്മൾ ഡെയിലി 5 കൗണ്ട്സ് വീതം 5 ടൈംസ് 2 നേരം ചെയ്യണം.